ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായിരിക്കുന്നു. നല്ല മഴയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സാമാണ്. ഇന്ന് PSC എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിന് പോവുകയാണ് കേട്ടോ. മോൻ്റെ കൂടെ എക്സാമിന് പോവുകയാണ്. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാം. നല്ല അടിപൊളി സ്ഥലങ്ങൾ. മണലൂർ GHS സ്കൂളാണ് കേട്ടോ. തൃശ്ശൂർ മണലൂർ GHS സ്കൂളിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ്. കണ്ടോ, നല്ല മഴ, നല്ല അന്തരീക്ഷം. മഴ മാറി കുടയൊക്കെ ചൂടി പോയോണ്ടിരിക്കുകയാണ്. അതേ കണ്ടോ, എക്സാമിന് പോകുന്ന ആളെ കണ്ടില്ലേ? നല്ല സ്ഥലം. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടില്ലേ, പോണ വഴിയിലേക്ക് ആകെ വെള്ളമുണ്ട്. കുറേ ദൂരെയാണ് കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയത് 2 വീലറിൽ വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ബസ്സിന് പോന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മഴ, നല്ല സ്ഥലം, PSC എക്സാം, എല്ലാം കൂടെ നല്ല മാച്ച് ഉണ്ടല്ലേ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടോ, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇതേ ഒരു അപ്പൂപ്പൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഉണ്ടോ, നല്ല നല്ല വീടുകളല്ലേ, നല്ല അടിപൊളി. ചെടിയൊക്കെ വെച്ച് നല്ല രസമുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വീട് എനിക്കിഷ്ടമാണ് കേട്ടോ. ടൗൺ അല്ലാതെ ഇങ്ങനെ ഇത് അവിടെ ഒരാൾ അപ്പൂപ്പൻ കുട ചൂടി നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള യാത്ര അല്ലേ അച്ചു? അപ്പോൾ ഈ ഒരു യാത്രയുടെ സൗന്ദര്യം പോലെ തന്നെ ആവട്ടെ ഇന്നത്തെ PSC എക്സാം. നല്ല ഈസി ആവട്ടെ, പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല പഴയ കാലത്തെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഗെയ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ മണലൂർ സ്ഥലം? സൂപ്പറല്ലേ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അത് ഈ സ്ഥലത്തിന് സൗന്ദര്യം കൂട്ടുന്നത് ഇപ്പോൾ ഈ ഒരു മഴയും കൂടെ ആയപ്പോണ്ടല്ലോ. അടിപൊളി, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മഴയത്ത് യാത്ര ചെയ്യാനായിട്ട്. ഇതേ കണ്ടോ, എൻ്റെ കുട കണ്ടില്ലേ നിങ്ങൾ? ഞാൻ കുടയും ചൂടിക്കൊണ്ടാണ് പോകുന്നത്. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കുട ചൂടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട്. പഴയ കാലമാണ് ഓർമ്മ വരുന്നത് കേട്ടോ. നമ്മളങ്ങനെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടുള്ള യാത്രക്ക് വളരെ കുറവാണല്ലോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അധികം നടന്നുകൊണ്ടാണ് പോവാറ്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഒന്നിൽ വണ്ടിയിലോ. നല്ല നല്ല വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ. അടിപൊളി, സൂപ്പർ, നല്ല വീടല്ലേ? ഇഷ്ടപ്പെട്ടു, സൂപ്പർ വീട്. കണ്ടോ, നല്ല ചെടിയൊക്കെ, പൂവൊക്കെ മോസാണ്ട പൂവല്ലേ ഇത്, വൈറ്റ്. നല്ല വീട്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, പാടം കണ്ടില്ലേ? എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മളിതാ പോയോണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. 1:30ക്കാണ് എക്സാം തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ശരിക്കും മഴക്ക് ഭയങ്കര സൗന്ദര്യമാണല്ലേ. ഇതാ പോണു എക്സാം എഴുതുന്ന ആള്. പാവം, എക്സാമൊക്കെ എഴുതി പെട്ടെന്ന് തന്നെ കിട്ടട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ. നമ്മുടെ മക്കളുടെ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് മക്കളുടെ പുറകെ ഇങ്ങനെ പോവാണ്. അതൊരു പ്രത്യേക സുഖമുള്ള കാര്യമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പാഠം. ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ PSC എക്സാമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് കിട്ടുക. നമ്മൾ കുറേ നടന്നു പോകണം. കുറേ ഉൾവശത്തുള്ള സ്കൂളുകളൊക്കെയാണ് തരിക കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് സർക്കാർ നമുക്കൊരു ടാസ്ക് പോലെ തരുന്നതാണ് അല്ലേ. അധികം എൻ്റെ മക്കൾക്ക് കൂടുതൽ എക്സാം കിട്ടുമ്പോഴും ഇതുപോലെ ഉൾസൈഡുകളിലുള്ള സ്കൂളൊക്കെ കിട്ടാറ്. ഞാൻ കുറേ തവണ ഇതുപോലെ എക്സാമിന് പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്, എൻ്റെ മക്കളുടെ പുറകെയും പോയിട്ടുണ്ട് കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ നല്ല വീട്, അടിപൊളി വീട്, സൂപ്പർ. അപ്പം നമ്മളിങ്ങനെ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുന്നു. മീൻ കൊണ്ടുപോകുന്നുണ്ട്. ദൂരേക്ക് നോക്കിയേ, മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഏതൊക്കെയോ പഴയ പഴയ സോങ്സാണ് ഇപ്പം മനസ്സിൽ വരുന്നത്, പഴയ പാട്ടുകൾ. കണ്ടോ, ഇങ്ങനത്തെ പൂ ഇപ്പോൾ എല്ലാ വീടുകളിലുണ്ട് കേട്ടോ. അധികം വീടുകളിലുണ്ട് ഇതുപോലെയുള്ള പൂ. കോളാമ്പിപ്പൂ ആൻഡ് ബോഗൺവില്ല രണ്ടും കൂടെ മിക്സഡായിട്ടാണ് വെച്ചുള്ളത്. കോളാമ്പി ബോഗൺവില്ല രണ്ടും കൂടെ, വൈറ്റ് ബോഗൺവില്ല അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നന്നായി ചെടികളുണ്ട്, പൂക്കളുണ്ട്, പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് ദൂരം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് സ്കൂളിലേക്ക്. നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ എത്തും നോക്കാം, അതുവരെ ഇങ്ങനെ പോവാലോ, മഴയൊക്കെ എൻജോയ് ചെയ്ത് പോവാലോ. ഇത് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല, കുറച്ച് ദൂരം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല സ്ഥലങ്ങളല്ലേ, കണ്ടില്ലേ, തവളകളുടെ കരച്ചിൽ കേട്ടോ പാടത്തുനിന്നും. സത്യമായിട്ടും എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാസ്ക് മണലൂർ നല്ല സ്ഥലം അല്ലേ, അടിപൊളി. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ദൂരമുണ്ടോ പോവാൻ? ആണല്ലോ, ആ ഓക്കെ, താങ്ക് യു. കുറേ ഉള്ളിലാണ് കേട്ടോ സ്കൂള്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, എൻ്റെ ചെരുപ്പ് പൊട്ടി. ഞാനിപ്പോൾ പൊട്ടി ചെരുപ്പും കൊണ്ടാണ് പോണത്. എൻ്റെ പുതിയ ചെരുപ്പായിരുന്നു കേട്ടോ, മഴ നനഞ്ഞുകൊണ്ടായിരിക്കാം എൻ്റെ ചെരുപ്പ് പൊട്ടി. ഇനി ഞാൻ ചെരുപ്പിടാതെ പോകേണ്ടി വരും. കണ്ടോ, എൻ്റെ ചെരുപ്പ് പൊട്ടി. സാരമില്ല, നോ പ്രോബ്ലം. എന്തെങ്കിലും ചെയ്യാച്ചോ, ആദ്യം നിൻ്റെ എക്സാം നടക്കട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കൂൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വഴി ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞത് കുറച്ചും കൂടെ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് പോകാനുണ്ടെന്നാ. ഒരു വീട് കണ്ടോ, കളർഫുള്ളായിട്ടുള്ള മതിലൊക്കെ ആയിട്ടല്ലേ, ഭയങ്കര ഓറഞ്ച് കളറിൽ, ഭയങ്കര അട്രാക്റ്റീവ് കളറല്ലേ, രസമുണ്ട് കാണാൻ. ശരിക്കും നമ്മുടെ പ്രവാസികൾക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നല്ല മഴ, ക്ലൈമറ്റ് എല്ലാം സൂപ്പറല്ലേ. ഇത് സ്കൂൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം സ്കൂൾ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ, സ്കൂൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കാണുന്നു, കണ്ടില്ലേ. മഴ കുറഞ്ഞിട്ടില്ല, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കിവിടെ ഒരു ചെരുപ്പ് കിട്ടാൻ വല്ല വഴിയുണ്ടോ, ഷോപ്പ് എങ്ങാനുണ്ടോ എന്ന് അന്വേഷിക്കണം. എക്സാമിന് ഇനിയും കുറേ സമയം ബാക്കിയുണ്ട്. ഇതാണ് നമ്മുടെ സ്കൂൾ കേട്ടോ, മണലൂർ സ്കൂൾ, GHS മണലൂർ. ഓക്കെ, മഴ മാറിയിട്ടില്ല, ഒരുപാട് സമയം ബാക്കിയുണ്ട് സ്കൂളിലേക്ക്. എക്സാം തുടങ്ങാനായിട്ട് ഒരുപാട് സമയം ബാക്കിയുണ്ട്. ആരും വന്നിട്ടില്ല. കുറേ ആൾക്കാരൊക്കെ അവിടെ കാണാനുണ്ട്, പോയി നോക്കാം. അപ്പം നമ്മൾ സ്കൂളിലെത്തി, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ.
അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.